നമസ്കാരം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിപ്പോസിഷനായ ഓഫിനെ പറ്റിയാണ്. സോ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ ഓഫ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്രിപ്പോസിഷൻ ആണെന്ന് അറിയാം. സോ സ്റ്റിൽ അതിൽ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടെന്ന് അറിയാം. നമുക്ക് ജസ്റ്റ് എന്താണെന്ന് നോക്കാം. ഞാൻ രണ്ട് സെൻറ്റൻസ് ഞാൻ സ്ലൈഡിൽ എഴുതിയിരിക്കുകയാണ്. ഒന്ന്, ദ ലെഗ് ഓഫ് ദ ചെയർ ഈസ് ബ്രോക്കൺ. രണ്ടാമത്തത്, ദ ഡോഗ് ലെഗ് ഈസ് ബ്രോക്കൺ. രണ്ടും പറയുന്നത് ഒന്നാമത്തെ സെൻറ്റൻസിൽ ചെയറിൻ്റെ കാലൊടിഞ്ഞെന്നാണ്, രണ്ടാമത്തെ സെൻറ്റൻസിൽ ഡോഗിൻ്റെ കാലൊടിഞ്ഞെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ ഞാൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന പൊസിഷൻ നിങ്ങൾക്ക് കാണാം. പൊസിഷൻ എന്ന് വെച്ചാൽ ഞാൻ എന്തിനെ പറ്റിയാണോ സംസാരിക്കുന്നത് അതിനാണ് പൊസിഷൻ എന്ന് പറയുന്നത്. സോ ഒന്നാമത്തെ സെൻറ്റൻസിൽ ചെയറിനെ പറ്റി സംസാരിക്കുന്നു, രണ്ടാമത്തെ സെൻറ്റൻസിൽ ഡോഗിനെ പറ്റി സംസാരിക്കുന്നു. സോ അപ്പോൾ ഞാൻ ഒന്നാമത്തെ സെൻറ്റൻസിൽ ചെയറിൻ്റെ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓഫ് ദ എന്നാണ്. ഓഫ് ദ എന്നാണ് ഞാൻ ഒന്നാമത്തെ സെൻറ്റൻസിൽ ചേർത്തിരിക്കുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഞാൻ ഡോഗിൻ്റെ കാലൊടിഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഡോഗ്സ് എന്നാണ് ചേർത്തിരിക്കുന്നത്. അതായത് ഡോഗിൻ്റെ കൂടെ അപ്പോസ്ട്രഫി എസ് ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. സോ അപ്പം രണ്ടും ഒരേ ആശയമാണ്. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതാണ് പലർക്കും ഉള്ളൊരു ഡൗട്ട്. അതെന്താ എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓഫ് ദ നമ്മൾ ചേർക്കുന്നത് ജീവനില്ലാത്ത വസ്തുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫ് ദ നമ്മൾ ചേർക്കുന്നത്. അതായത് ഒന്നാമത്തെ സെൻറ്റൻസ് നമ്മൾ ചെയർ എന്ന് പറഞ്ഞിരിക്കുന്നു. ചെയർ എന്ന് പറയുന്ന ഒരു ജീവനില്ലാത്ത വസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓഫ് ദ എന്ന് നമ്മൾ നോട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ സെൻറ്റൻസിൽ ഡോഗ് ആയതുകൊണ്ട് അത് ജീവനുള്ള ഒരു വസ്തുവായതുകൊണ്ടാണ് നമ്മൾ അതിന് അപ്പോസ്ട്രഫി എസ് ചേർത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാൻ ജസ്റ്റ് താഴെ എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓഫ് ദ നമ്മൾ ചേർക്കുന്നത് ജീവനില്ലാത്ത വസ്തുക്കളെ നോട്ട് ചെയ്യുന്നതാണെന്ന് അപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. എസ് നമ്മൾ യൂസ് ചെയ്യുന്നത് പേഴ്സണ്, ഗ്രൂപ്പ് ഓഫ് പീപ്പിള്, ഓർഗനൈസേഷന്, കൺട്രി, അതേപോലെ ആനിമല് എന്നിവയ്ക്കൊക്കെയാണ് നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. രണ്ട് സെൻറ്റൻസ് കൊണ്ട് നോക്കാം. ഞാൻ ജസ്റ്റ് താഴെ എഴുതിയിരിക്കുകയാണ്, നമുക്ക് നോക്കാം. മൈ ഫാദേഴ്സ് ഹൗസ് ഈസ് റിയലി നൈസ്. മൈ ഫാദേഴ്സ് ഹൗസ് ഈസ് റിയലി നൈസ്. അവിടെ ഞാൻ ഫാദറിൻ്റെ കൂടെ അപ്പോസ്ട്രഫി എസ് ചേർത്തിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ മലയാളം ആശയം വെച്ചാൽ എൻ്റെ ഫാദറിൻ്റെ ഹൗസ് വളരെ നൈസാണെന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അപ്പോൾ അവിടെ ഫാദറിൻ്റെ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ അപ്പോസ്ട്രഫി എസ് ചേർത്തിരിക്കുന്നത്. അതേ സെൻറ്റൻസിനാണ് ഞാൻ തെറ്റു താഴെ എഴുതിയിരിക്കുന്നത്. ദ ഹൗസ് ഓഫ് മൈ ഫാദർ ഈസ് റിയലി നൈസ് ഞാൻ എഴുതിയിരിക്കുകയാണ്. അവിടെ ഞാൻ ദ ഹൗസ് ഓഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗസിന് ഒരു ജീവനില്ലാത്ത വസ്തു ആയതുകൊണ്ടാണ് ഞാൻ ഓഫ് ചേർത്തിരിക്കുന്നത്. സെയിം ആശയമുള്ള സെൻറ്റൻസാണ്. സോ നിങ്ങൾക്ക് ആ ഓഫും അപ്പോസ്ട്രഫി എസും മനസ്സിലാകാൻ വേണ്ടി എഴുതുന്നതേ ഉള്ളൂ. രണ്ടും സെയിം ആശയമുള്ള സെൻറ്റൻസാണ്. പക്ഷേ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് പോലെ പറയത്തുള്ളൂ. മൈ ഫാദേഴ്സ് ഹൗസ് ഈസ് റിയലി നൈസ് എന്ന് നമ്മൾ പറയത്തുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് അപ്പോസ്ട്രഫി എസും ഓഫ് ദയും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. അടുത്ത സെക്ഷൻ എന്തെന്ന് വെച്ചാൽ നമ്മൾ മസ്റ്റായിട്ട് ഓഫ് യൂസ് ചെയ്യേണ്ട കുറച്ച് എക്സ്പ്രഷനുകളാണ്. നമുക്കത് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്ന കുറച്ച് എക്സ്പ്രഷനുകളാണ്. എ ലോട്ട് ഓഫ്, എ നമ്പർ ഓഫ്, അതേപോലെ തന്നെ ലോട്ട്സ് ഓഫ്, എ ഗ്രേറ്റ് ഡീല്, അതേപോലെ തന്നെ മൈജോറിറ്റി, മൈനോറിറ്റി, എ കപ്പിൾ ഓഫ്. ഇങ്ങനത്തെ കുറച്ച് ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്ന കുറച്ച് എക്സ്പ്രഷനുകളാണ്. ഇവയിലെല്ലാം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഞാൻ ഓഫ് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. സോ അവിടെയെല്ലാം നമ്മൾ മസ്റ്റായിട്ട് ഓഫ് യൂസ് ചെയ്യണം. ഇവയൊക്കെ നമ്മൾ ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്ന എക്സ്പ്രഷനുകളാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം, അതിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസുകൾ നോക്കാം. നിങ്ങളവിടെ ഓഫ് യൂസ് ചെയ്യാതെ ഉപയോഗിക്കരുത്. സോ അത് മസ്റ്റായിട്ട് ഓർത്തിരിക്കുക. നമുക്കൊന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. എലോട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ലാർജ് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എലോട്ട് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കാം. ഹീ നോസ് എ ലോട്ട് ഓഫ് പീപ്പിൾ. അവന് ഒരുപാട് പേരെ അറിയാമെന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എ ലോട്ടിൻ്റെ കൂടെ നമ്മൾ ഓഫ് ചേർത്തിട്ടുണ്ട്. സോ അത് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക, യൂസ് ചെയ്യാതെ ഇരിക്കരുത്. നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. അതേപോലെ ദ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ കാണിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അതിൻ്റെ ആ സെൻറ്റൻസാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എ നമ്പർ ഓഫ് പീപ്പിൾ സ്റ്റഡി ഇൻ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അപ്പോൾ ആ ക്വാണ്ടിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ട് എ നമ്പർ കഴിഞ്ഞിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഓഫ് യൂസ് ചെയ്യണം. സോ അതും മറക്കരുത്. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ജസ്റ്റ് അതിൻ്റെ തന്നെ എക്സാമ്പിളാണ് നമ്പർ ഓഫിൻ്റെ തന്നെ. വി റിസീവ്ഡ് എ നമ്പർ ഓഫ് കംപ്ലയിൻറ്റ് ഫ്രം കസ്റ്റമേഴ്സ്. ജസ്റ്റ് ഒരു സെൻറ്റൻസ് ആണ്, ഒരു ഓഫീസ് സെൻറ്റൻസ് ആണ്. വി റിസീവ്ഡ് എ നമ്പർ ഓഫ് കംപ്ലയിൻറ്റ് ഫ്രം കസ്റ്റമേഴ്സ്. അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്പർ കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്വാണ്ടിറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എ നമ്പർ നമ്മൾ ചേർത്ത് ആ എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ കൂടെ നമ്മൾ മസ്റ്റായിട്ട് ഓഫ് യൂസ് ചെയ്തിരിക്കണം, അതും മറക്കരുത്. സോ അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. ലോട്ട്സ് ഓഫ്. എ ലോട്ട് ഓഫും ലോട്ട്സ് ഓഫിന് ആശയം സെയിം തന്നെയാണ്. ലാർജ് ക്വാണ്ടിറ്റിയാണ് അത് സൂചിപ്പിക്കുന്നത്, അതിൻ്റെ ആശയം. സോ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ലോട്ട്സ് ഓഫ് ആനിമൽ ലീവ് ഇൻ ദ സൂ. അതായത് ഒരുപാട് ആനിമൽസ് സൂവിൽ ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ അവിടെയും ലോട്ട്സിൻ്റെ കൂടെ നമ്മൾ ഓഫ് യൂസ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സോ അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. അത് ജസ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്, നിങ്ങൾക്ക് ആശയം ഒന്ന് പിടികിട്ടാൻ വേണ്ടിയിട്ട്. ലോട്ട്സ് ഓഫ് പീപ്പിൾ വെൻറ്റ് ടു ദ ഗെയിം. ഒരുപാട് ആൾക്കാർ ഗെയിമിന് പോയി എന്ന് പറഞ്ഞൊരു ജസ്റ്റ് ഒരു സെൻറ്റൻസാണ്. സോ അപ്പോൾ അവിടെ ലോട്ട്സിൻ്റെ കൂടെ നിങ്ങളെപ്പോഴും ഓഫ് യൂസ് ചെയ്യാൻ
ചെയ്യാതിരിക്കാൻ മറക്കരുത്. സോ അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. എ ഗ്രേറ്റ് ഡീൽ. എ ഗ്രേറ്റ് ഡീലിന് ഒരുപാട് പല രീതിയിലുള്ള ആശയമുണ്ട്. പക്ഷേ മെഷർമെൻറ്റ് നമ്മൾ ക്വാണ്ടിറ്റിയെ സൂചിപ്പിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ ഓഫ് യൂസ് ചെയ്യാതിരിക്കാൻ മറക്കരുത്. ഓഫ് യൂസ് ചെയ്ത് വേണം സംസാരിക്കാൻ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് സ്റ്റുഡൻറ്റ് ഹേറ്റ് എക്സാം. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഒരു സെൻറ്റൻസ് ആണെന്നേ ഉള്ളൂ. അതായത് ഒരുപാട് കുട്ടികൾ എക്സാമിനെ ഹേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. അതേപോലെ തന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എ ഗ്രേറ്റ് ഡീൽ ഓഫ് റിസർച്ച് ഹാസ് ബീൻ ഡൺ ഓൾറെഡി. നേരത്തെ തന്നെ ഇപ്പോൾ തന്നെ ഒരുപാട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അത് ജസ്റ്റ് ക്വാണ്ടിറ്റിയെ കാണിപ്പിക്കാൻ വേണ്ടിയുള്ള ആശയത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഗ്രേറ്റ് ഡീൽ. സോ അപ്പോൾ അവിടെയെല്ലാം ഓഫ് നിങ്ങൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും യൂസ് ചെയ്യണം. സോ അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ മെജോറിറ്റിയും മൈനോറിറ്റിയും വരുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഓഫ് ആഡ് ചെയ്യാതിരിക്കാൻ മറക്കരുത്. സോ അങ്ങനെ നമ്മൾ ക്വാണ്ടിറ്റിയൊക്കെ പറയാറുണ്ടല്ലോ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നേ ഉള്ളൂ. മെജോറിറ്റി ഓർ മൈനോറിറ്റി ക്യാറ്റ്സ് ഈറ്റ് മൈസ്. അതായത് മോസ്റ്റ് പൂച്ചകളും എലിയെ ഭക്ഷിക്കും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റി ഒരു അളവിനെ കാണിക്കാൻ വേണ്ടി അവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ് മെജോറിറ്റി മൈനോറിറ്റി. സോ അതിൻ്റെ കൂടെ നമ്മൾ ഓഫ് യൂസ് ചെയ്യാതിരിക്കാൻ മറക്കരുത്, മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. സോ അടുത്തത് ഒരു സെൻറ്റൻസ് കൂടെ നോക്കാം. അതേപോലെ തന്നെ കപ്പിൾ ഓഫിൻ്റെ കൂടെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓഫ് തന്നെ നമ്മുടെ നാവിൽ അറിയാതെ വന്നു. അതിൻ്റെ കൂടെ കപ്പിൾ ഓഫിൻ്റെ കൂടെ നമ്മളെപ്പോഴും ഓഫ് ചേർത്ത് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. സോ അത് നമ്മൾ ക്വാണ്ടിറ്റി സൂചിപ്പിക്കാൻ ചെയ്യുന്ന ഒരു എക്സ്പ്രഷനാണ്. കപ്പിൾ ഓഫ് എന്ന് വെച്ചാൽ ടു ഓർ ഫ്യൂ എന്ന് രണ്ടല്ലെങ്കിൽ കുറച്ച് എന്നൊരു ആശയമാണ്. ജസ്റ്റ് നമുക്ക് എക്സാമ്പിൾ സെൻറ്റൻസ് എടുത്ത് നോക്കാം. ഷീ വിൽ ബി ബാക്ക് ഇൻ ഹോം ഇൻ കപ്പിൾ ഓഫ് വീക്ക്. അവൾ കപ്പിൾ ഓഫ് വീക്സ് അതായത് കുറച്ചാഴ്ചകൾക്ക് പകരം വീട്ടിൽ വരും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അപ്പോൾ കപ്പിൾ ഓഫിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ ഈ സെൻറ്റൻസിൽ ആശയം എന്ന് വെച്ചാൽ രണ്ടാഴ്ചയിൽ കൂടുതലോ ആ ഒരു ഗ്യാപ്പിനിടയിൽ ഫ്യൂ വീക്സിനകം അവൾ വീട്ടിലെത്തും എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. സോ അപ്പോൾ കപ്പിളിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ഓഫ് ഇടാൻ മറക്കരുത്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. സോ അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റ് ചില ക്വാണ്ടിറ്റി ഓഫ് എക്സ്പ്രഷനെ പറ്റിയാണ്. സോ നമുക്കത് നോക്കാം. ഇവയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവയിൽ നമുക്ക് ഓഫ് യൂസ് ചെയ്യാം, യൂസ് ചെയ്യാതെ ഇരിക്കാം. അത് നമ്മൾ എന്ത് പറയുന്നു എന്ന് അതിനനുസരിച്ചിരിക്കും. നമുക്ക് ജസ്റ്റ് നോക്കാം അങ്ങനത്തെ കുറച്ച് എക്സ്പ്രഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓള്, മോസ്റ്റ്, ഓൾമോസ്റ്റ്, മിനി, മച്ച്, എ ഫ്യൂ, എ ലിറ്റിൽ, അതേപോലെ തന്നെ 1, 2, 3 എക്സെട്ര, അതേപോലെ ബോത്ത്, സെവറൽ, സം, സോ അതേപോലെ എനി. സോ ഇവയുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഓഫ് ആഡ് ചെയ്യാം, ഓഫ് ആഡ് ചെയ്യാതിരിക്കാം. അത് നമ്മൾ പറയുന്ന ഒരാശയം അനുസരിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് ആദ്യത്തെ 3 എക്സ്പ്രഷൻസ് നമുക്ക് നോക്കാം. ഓളും, മോസ്റ്റും, ഓൾമോസ്റ്റും ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പിടി കിട്ടും. നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്നാമത്തെ സെൻറ്റൻസിൻ്റെ ഒരു ജസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ അവിടെ എഴുതിയേക്കുന്നത്. ഓൾ സ്റ്റുഡൻറ്റ്സ് ഹേറ്റ് മാത്സ്. ഞാൻ ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ, അങ്ങനെയില്ല. എല്ലാ സ്റ്റുഡൻസും മാത്സ് ഹേറ്റ് ചെയ്യുന്നില്ല. സോ ജസ്റ്റ് ഞാൻ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതേ ഉള്ളൂ. സോ അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് ഞാൻ ജസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ഓൾ സ്റ്റുഡൻറ്റ്സ് ഹേറ്റ് മാത്സ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ അങ്ങനെ ഞാൻ നമ്മുടെ പ്രിപ്പോസിഷൻ ഓഫ് ഇല്ലാതെ ഞാൻ പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ഓഫ് ഇല്ല. അപ്പോൾ ഞാൻ ഓഫ് ഇല്ലാതെ പറയുമ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആ സെൻറ്റൻസിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ ഈ ലോകത്തിലെ മുഴുവൻ സ്റ്റുഡൻസും മാത്സ് ഹേറ്റ് ചെയ്യുന്നു എന്നൊരു ആശയത്തിലോട്ട് അത് പോകും. പക്ഷേ ഞാൻ ഓഫ് ചേർത്ത് പറയുകയാണെങ്കിൽ അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഓൾ ഓഫ് ദ സ്റ്റുഡൻറ്റ് ഹേറ്റ് മാത്സ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് പറയുന്ന ഒരു ആശയത്തിലോട്ട് വരും. ഒരു പക്ഷേ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഓഫ് ദ അല്ലെങ്കിൽ നമ്മൾ ഓഫ് ചേർത്ത് നമ്മൾ പറയാറുണ്ട്. സോ അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ എന്താ ആശയം എന്ന് വെച്ചാൽ ആ ഒരു ആ ഒരു സ്പെസിഫിക് സ്റ്റുഡൻസ്, ഞാൻ ഉദ്ദേശിക്കുന്ന ആ സ്റ്റുഡൻസ് മാത്സ് വെറുക്കുന്നു എന്ന് പറയുന്ന ഒരു ആശയത്തിലോട്ട് പോകും, ഹേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ആശയത്തിലോട്ട് പോകും. സോ അപ്പോൾ ഓഫ് യൂസ് ചെയ്തും ഓഫ് ചൂസ് ചെയ്യാതെയും ഇരിക്കുന്ന തമ്മിലുള്ള ഒരു ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അത് ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ എന്താണ് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അത് അനുസരിച്ച് നമുക്ക് ഓഫ് യൂസ് ചെയ്യാം, ഓഫ് യൂസ് ചെയ്യാതെ ഇരിക്കാം. സോ അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക. സോ അങ്ങനത്തെ കുറച്ച് ക്വാണ്ടിറ്റി എക്സ്പ്രഷനുകളാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അടുത്തതും കൂടെ നോക്കാം. മോസ്റ്റ് ഒന്ന് നോക്കാം. മോസ്റ്റ് വെച്ചൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുകയാണ്. മോസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് എക്സ്പെക്റ്റ് എ ടിപ്പ്. ഞാൻ ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ, അങ്ങനെയില്ല. അതായത് എല്ലാ റെസ്റ്റോറൻറ്റും ആ സെൻറ്റൻസിൻ്റെ ആശയം എല്ലാ റെസ്റ്റോറൻറ്റും ടിപ്പ് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. ജസ്റ്റ് എഴുതുന്നേ ഉള്ളൂ, സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം എഴുതുന്നേ ഉള്ളൂ. സോ അപ്പോൾ അവിടെ ഞാൻ ഓഫ് ഇല്ലാതെ എഴുതിയിരിക്കുകയാണ്. ഞാൻ ഓഫ് ഇല്ലാതെ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഈ വേൾഡിലെ മോസ്റ്റ് ഈ ലോകത്തിലെ മോസ്റ്റ് റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുന്ന ഒരു ആശയത്തിലോട്ട് പോകും. അതായത് എല്ലാ റെസ്റ്റോറൻറ്റുകളും
ടിപ്പ് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ആശയത്തിലോട്ട് പോകും. പക്ഷേ ഞാൻ ഓഫ് ചേർത്ത് പറയുകയാണെങ്കിൽ അതാണ് ജസ്റ്റ് താഴെ എഴുതിയിരിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ റെസ്റ്റോറൻറ്റ് എക്സ്പെക്റ്റഡ് ടിപ്പ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പോയ ചിലപ്പോൾ ഞാൻ ഒരു വിസിറ്റ് ചെയ്ത സ്ഥലത്തെ റെസ്റ്റോറൻറ്റ് ഉദ്ദേശിച്ചായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ റെസ്റ്റോറൻറ്റുകളെ പറ്റിയായിരിക്കും ഞാൻ പറയുന്നത്. ആ ഒരു ആശയത്തിലോട്ട് ആ സെൻറ്റൻസ് പോകും. സോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റ് ആ ഓഫിൻ്റെ ഒരു ആശയം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. സോ അപ്പോൾ ഈ എക്സ്പ്രഷനിൽ, ഈ ക്വാണ്ടിറ്റി ഓഫ് എക്സ്പ്രഷനിൽ നമുക്ക് ഓഫ് യൂസ് ചെയ്യാം, ഓഫ് ചൂസ് ചെയ്യാതെ ഇരിക്കാം. സോ അത് നമ്മുടെ ഇഷ്ടം. സോ അതേപോലെ ജസ്റ്റ് ഒന്നും കൂടെ നോക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് നോക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾ ഫ്രണ്ട്സ് ആർ കൈൻഡ്. എല്ലാം, അതായത് ഒട്ടുമിക്ക സുഹൃത്തുക്കളും കൈൻഡാണ് എന്ന് പറഞ്ഞൊരു സെൻറ്റൻസാണ്. അവിടെ ഞാൻ ഓഫില്ലാതാണ് എഴുതിയിരിക്കുന്നത്. സോ അപ്പോൾ അതിൻ്റെ ആശയം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഈ ലോകത്തിലെ ഒട്ടുമിക്ക സുഹൃത്തുക്കളും കൈൻഡാണ് എന്ന് പറയുന്നൊരു ആശയത്തിലോട്ട് പോകും. പക്ഷേ ഞാൻ ഓഫ് ചേർത്ത് പറയുകയാണെങ്കിൽ അതാണ് താഴെ എഴുതിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഓൾ ഓഫ് മൈ ചേർത്ത് എൻ്റേന്ന് ഞാൻ ചേർത്ത് ഓൾമോസ്റ്റ് ഓൾ ഓഫ് മൈ ഫ്രണ്ട്സ് ആർ കൈൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒട്ടുമിക്ക സുഹൃത്തുക്കളും കൈൻഡാണ് എന്ന് പറയുന്നൊരു ആശയത്തിലൊരു സ്പെസിഫിക് എൻ്റെ കുറച്ച് കൂട്ടുകാരുടെ അവരെ പറ്റി പറയുന്ന ഒരു ആശയത്തിലോട്ട് പോകും. സോ അപ്പോൾ നമുക്ക് ഓഫ് ചൂസ് ചെയ്യുമ്പോഴും ഓഫ് ചൂസ് ചെയ്യാതെ ഇരിക്കുമ്പോൾ അതിൻ്റെ ആശയത്തിൽ വരുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ഈ എക്സ്പ്രഷനിലൂടെ നമുക്ക് ഓഫ് ആഡ് ചെയ്യാതിരിക്കാം. അത് നമ്മുടെ ഇഷ്ടം, നമ്മളെന്ത് പറയുന്നു എന്നതിൻ്റെ ആശയത്തിൽ അനുസരിച്ച് ഇരിക്കും. സോ അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം പൊസിഷൻസ് യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. രണ്ടാമത് നമ്മൾ പഠിച്ചത് എക്സ്പ്രഷൻസ് ഓഫ് ക്വാണ്ടിറ്റി, ഓഫ് മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട കുറച്ച് എക്സ്പ്രഷൻസ് പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിച്ചത് നമ്മളെ ചൂസ്, അതായത് നമുക്ക് ആഡ് ചെയ്യാം, ഓഫ് ആഡ് ചെയ്യാതെ ഇരിക്കാം. സോ അങ്ങനത്തെ കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് എക്സ്പ്രഷൻസ് നമ്മൾ പഠിച്ചു. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് മറ്റ് ഫ്യൂവൽ ലിറ്റിൽ അതിനെപ്പറ്റി എക്സാമ്പിൾ സെൻറ്റൻസ് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഞാൻ എക്സാമ്പിൾ സെൻറ്റൻസ് ഇടാം. സോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.